അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം സ്ഥാനം നേടിയത് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനിയായ ദീപ്നിയെയാണ്. പേരാമ്പ്ര ആവള ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി അഖിലേന്ത്യാ തലത്തിൽ 109ാം സ്ഥാനവും സ്വന്തമാക്കി. 1ാം ക്ലാസ് മുതൽ +2 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ദീപ്നിയയ്ക്ക് 1ാം റാങ്ക് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരായ മാതാപിതാക്കൾ. നീറ്റ് UG പരീക്ഷാഫലം വന്ന സന്തോഷത്തിലാണ് ദീപ്നിയയും കുടുംബവും. ഒരു വർഷം പൂർണ്ണമായും പഠനത്തിനായി മാറ്റിവെച്ചാണ് ദീപ്നിയ തന്റെ സ്വപ്നം നേടിയെടുത്തത്. മൊബൈൽ ഫോൺ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി ദിവസേന 12 മണിക്കൂർ പഠനത്തിനായി മാറ്റിവെച്ചുവെന്നും ദീപ്നിയ പറയുന്നു. ഞാനൊരു വർഷം പാലാ ബ്രില്യൻ്റ് റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് അന്നെടുക്കുന്ന അന്നൊന്ന് പഠിക്കും. ഒരു 13 മണിക്കൂർ വരെ ഒരു ദിവസം പഠിക്കും. എടുത്ത ഭാഗങ്ങൾ റിവൈസ് ചെയ്യും. സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ടാക്കി മറന്നു പോകുന്ന ഭാഗങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ആക്കി എൻ്റെ സ്റ്റഡി ഹോളിൽ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ മറന്നു പോകുന്നത് ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ പേരൻസും എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പേരാമ്പ്ര ആളവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ പള്ളിക്കൽ മിത്തൽ ദിനേശൻ മാസ്റ്ററുടെയും അതേ സ്കൂളിലെ അധ്യാപിക ബിജി ടീച്ചറുടെയും 2 മക്കളിൽ മൂത്തയാളാണ് ദീപ്നിയ. 1ാം ക്ലാസ് മുതൽ +2 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചയാളാണ് ദീപ്നിയ എന്നത് പൊതുവിദ്യാലയങ്ങൾക്ക് അഭിമാനമാകുന്ന നേട്ടമായാണ് അധ്യാപകരായ മാതാപിതാക്കൾ കാണുന്നത്. വളരെ സന്തോഷം. തികച്ചും അപ്രതീക്ഷിതമാണ് അത്രയും വലിയ ഒരു റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിൽ കൂടി വളരെ സന്തോഷമുണ്ട്. അതിൽ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടുകാർ എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലുപരി എനിക്ക് അഭിമാനം തോന്നിയത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടിയാണ് മകൾ പഠിച്ചു വന്നത്. അംഗൻവാടി മുതൽ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് ആവള ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. +2 ഒരു വർഷത്തെ പരിശീലനം പാലാ ബ്രില്യൻ്റ് കോച്ചിങ്ങിൽ പോയിട്ടുണ്ട്. അതിലും നല്ല പരിശീലനം വരെ ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. റാങ്ക് ലഭിച്ച വാർത്തയറിഞ്ഞ് അധ്യാപകരും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് ദീപ്നിയയെ കാണാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനുമായി എത്തുന്നത്. വടകര MP ഷാഫി പറമ്പിൽ ദീപ്നിയയെ വീഡിയോ കോൾ വഴി അഭിനന്ദനങ്ങൾ അറിയിച്ചു. പഠനത്തിൽ എന്നതുപോലെ കലാരംഗത്തും ദീപ്നിയ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം ഉപന്യാസ രചനയിൽ A ഗ്രേഡും മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും നേടിയ വിദ്യാർത്ഥിനി കൂടിയാണ് ഈ മിടുക്കി. പരീക്ഷയിൽ റാങ്ക് ലഭിച്ചതോടെ ആഗ്രഹിക്കുന്ന കോളേജിൽ ചേർന്ന് പഠിക്കാമെന്ന സന്തോഷത്തിലാണ് ദീപ്നിയയും കുടുംബവും. ന്യൂസ് മലയാളം, കോഴിക്കോട്.